എറണാകുളം ഇടക്കൊച്ചിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. വാഹനത്തിലുണ്ടായിരുന്ന യുവതി ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, എങ്ങനെയാണ് പോലീസ് ഇതിന്റെ ചുരുളഴിക്കാൻ ശ്രമിക്കുന്നത്? പോലീസിനൊരു വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ പേരെ ചോദ്യം ചെയ്യുക അതടക്കമുള്ള തുടർ നടപടികൾ പോലീസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ശ്യാം, റിജിത്ത്, ഈ കേസിൽ നിലവിൽ കസ്റ്റഡിയിലുള്ള യുവതിയുടെ ഭർത്താവ് കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ സ്ത്രീയും ഈ യുവാവും, അതായത് കൊല്ലപ്പെട്ട ആഷിഖ് എന്ന് പറയുന്ന യുവാവും തമ്മിലുള്ള ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മൊഴിയായി ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇടക്കൊച്ചിയിൽ ഈ ഇൻസുലേറ്റഡ് വാനിനുള്ളിൽ ഒരു യുവാവിനെ ശരീരമാസകലം ചോര വാർന്ന നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന യുവതിയെ ഇന്നലെ രാത്രി തന്നെ പള്ളുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. യുവാവിൻ്റെ പേര് ആഷിഖ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടാമത് യുവതിയുടെ ഭർത്താവിനെ കൂടി പള്ളുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കൊലപാതകം നടത്തിയത് താനാണ് എന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി, കുറ്റസമ്മത മൊഴി നൽകി എന്നുള്ളതാണ് വിവരം. യുവതിയുമായി ആഷിഖിനുണ്ടായിരുന്ന ബന്ധം ചോദ്യം ചെയ്യുകയും അത് കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുകയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെ കൊലപാതകം നടന്നു, അതിനായി യുവാവിനെ വിളിച്ചു വരുത്തിയതാണോ തുടങ്ങിയ വിവരങ്ങൾ പോലീസിനെ അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചുവെന്നത് പോലീസിന്റെ അന്വേഷണ നേട്ടമായി കണക്കാക്കാം. ശ്യാം, ഇതിൽ ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള രണ്ടുപേരിൽ ഇതിൻ്റെ അന്വേഷണം അവസാനിക്കുമെന്നാണോ, അതോ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് സംശയിക്കുന്നുണ്ടോ? വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അക്കാര്യത്തിലൊക്കെ ഒരു തുടർ നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ശ്യാം, റിജിത്ത്, തീർച്ചയായും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ ഉണ്ടായെങ്കിലും ഈ യുവാവിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതിൽ ഇനി മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, അല്ലെങ്കിൽ ഈ കേസിൽ ഈ യുവാവിനെ കൊലപ്പെടുത്തുന്ന സമയത്ത് ബലപ്രയോഗം നടക്കുകയോ യുവാവിനെ പിടിച്ചു വെക്കാനോ മറ്റോ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ സ്വാഭാവികമായും വരുന്നതാണ്. നിലവിൽ പ്രാഥമികമായ അന്വേഷണത്തിലാണ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും അതിലൊരാൾ താനാണ് കൊലപാതകം ചെയ്തത് എന്ന് പോലീസിന് കുറ്റസമ്മത മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ തുടരന്വേഷണം നടക്കേണ്ടതുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് ഈ കേസ് ഇപ്പോഴുള്ളത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ശരി, ഇടക്കൊച്ചിയിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് കൊലപാതകമാണ് എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു യുവതി ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ പേരുടെ പങ്കാളിത്തവും സഹായവും ഈ കുറ്റകൃത്യത്തിലുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് പോലീസ്.